പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നേ ദിനം നമുക്കേവർക്കും അനുഗ്രഹവും സന്തോഷവും എല്ലാവിധ നന്മകളും ഉയരത്തിൽ നിന്ന് സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 17 വേഴ്സ് 7 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. നാം ഇപ്പോൾ വായിച്ചു കേട്ട ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ കുഞ്ഞു പ്രായം മുതൽ കേൾക്കുന്ന ഒരു വലിയ സംഭവത്തിലെ വാക്യമാണ്. ഇത് ആഹാബ് ശമര്യയിൽ ഇസ്രയേലിന് 22 വർഷം രാജാവായി വാണു. തൻ്റെ തൊട്ട് മുൻപേ വന്ന രാജാക്കന്മാരെക്കാൾ പിതാക്കന്മാരെക്കാൾ ഭീകരമായ നിലയിൽ അന്യ ആരാധനയും ദൈവഹിതമല്ലാത്തതും ചെയ്തു. അത് പോരാഞ്ഞിട്ട് ജാതീയ രാജാവിന്റെ മകളായ ഈസബേലിനെ വിവാഹം കഴിക്കുകയും അങ്ങനെ ബാൽ ദൈവങ്ങളെയും അശേര ദൈവങ്ങളെ വണങ്ങുകയും ബലിപീഠങ്ങൾ ഉണ്ടാക്കുകയും ഇസ്രയേലിൽ അന്യദൈവ ആരാധന സർവസാധാരണമായി മാറി. ഈ സമയത്താണ് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ ശക്തനായ ദൈവ കൃപയുടെ എരിയുന്ന കത്തുന്ന പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഏലിയാവ് രംഗപ്രവേശം ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകം ഏലിയ പ്രവാചകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തിസ്ബിയയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ്. ആഹാബ് രാജാവിനോട് പറയുകയാണ്: ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവം പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഒരു രാജ്യത്തിന് അന്ന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ ശാപവാക്കുകളാണ് രാജാവിന്റെ മുഖത്തു നോക്കി അക്ഷോഭ്യനായി ദൈവം പറഞ്ഞ ദൂത് ഒട്ടും മറച്ചു വെക്കാതെ ഏലിയാവ് പറഞ്ഞത്. ദൈവം പറഞ്ഞത് ഏലിയാവ് അനുസരിച്ചു എങ്കിലും അടുത്ത നിമിഷത്തിൽ ഒരു രാജാവ് ഏലിയാവിനെ എന്ത് ചെയ്യും എന്നുള്ളത് ദൈവത്തിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ദൈവം ഏലിയാവോട് പറഞ്ഞു: നീ കെരീത് തോട്ടിൽ പോയി ഒളിച്ചുകൊള്ളുക, നീ തോട്ടിൽ നിന്ന് കുടിക്കുക, നിനക്ക് അപ്പവും ഇറച്ചിയും അവിടെ എത്തിയിരിക്കും. നാം വചനം വായിക്കുന്നു: രാവിലെ കാക്ക അപ്പവും ഇറച്ചിയും, വൈകുന്നേരം കാക്ക അപ്പവും ഇറച്ചിയും. ഇത് ഇതുപോലെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇത് ഭക്ഷിച്ചിട്ട് ഏലിയാവ് തോട്ടിൽ നിന്ന് കുടിക്കും. എന്നാൽ പ്രവചനം അതുപോലെ ഫലിക്കുകയും ദേശത്ത് മഴ ഇല്ലാതാവുകയും ചെയ്തതിനാൽ കെരീത് തോട്ടിലെ വെള്ളവും വറ്റിപ്പോയി. കുടിക്കുവാൻ വെള്ളമില്ല. ഒരു ദൈവ പൈതലോ ദൈവവിശ്വാസിയ അല്ലാത്ത ആളോ ആരാണെങ്കിലും അത്യന്താപേക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ കൂടിയേ കഴിയുകയുള്ളൂ. ദൈവമക്കളെ, ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. ദൈവം പറഞ്ഞിട്ട് ഏലിയാവ് രാജാവിനോട് വെല്ലുവിളി ഉയർത്തുകയും
ദൈവം പറഞ്ഞിട്ട് കെരീത് തോട്ടിൽ ഒളിക്കുകയും ചെയ്തു. പിന്നെ ദൈവം എന്തിന് കെരീത് തോട്ടിലെ വെള്ളം വറ്റിച്ചു? ദേശത്ത് മഴയില്ല, ശരിയാ. പക്ഷേ ഒരു ദൈവഭക്തനെ അവിടെ പോറ്റണ്ടേ, വെള്ളം കൊടുക്കണ്ടേ? ദൈവം ചെയ്തത് നീതിയാണോ? ഇത് ശരിയാണോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ അവിടെ ഉയരാം. ഇന്നത്തെ ക്രൈസ്തവരുടെ ചിത്രമാണ് ഇപ്പോൾ പറയപ്പെട്ട ചോദ്യങ്ങൾ. ദൈവമക്കളെ, നമുക്ക് പലപ്പോഴും ഒരു വിചാരമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി, പ്രസംഗിക്കുന്ന വ്യക്തി, ആത്മീയ ആള്, എൻ്റെ അപ്പൻ, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഒക്കെ സുവിശേഷ വേലയിൽ, ദൈവവചനത്തിൽ, ഇന്ന സഭയിൽ, അതുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നുകൂടാ. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എപ്പോഴും കൃത്യമായി നടക്കണം. ഇതൊക്കെ മനുഷ്യരായ നമ്മുടെ വ്യാമോഹങ്ങൾ മാത്രമാണ്. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന എനിക്ക്, സുവിശേഷ വേല ചെയ്യുന്ന എനിക്ക്, ദൈവമക്കളെ ആദരിക്കുന്ന എനിക്ക്, എന്റെ കുടുംബത്തിന്, എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ മക്കൾക്ക് പ്രതികൂലമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ വഴികൾ കൊട്ടി അടയ്ക്കപ്പെടും. നാം സുലഭമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കെരീത് തോട് വറ്റി വരളും. മറന്നുപോകരുത്. ഇത് പലപ്പോഴും ക്രൈസ്തവ ജനത ഇന്ന് മറന്നിട്ട് ദൈവം അടുത്തത് എന്താണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് കേൾക്കുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ ക്ഷമ കാണിക്കാതെ, സമയമെടുക്കാതെ, മുട്ടുമേൽ നിൽക്കാതെ, ഏതുവഴിയാണ് വെള്ളം ഒഴുകുന്നത്, എവിടെ നിന്ന് വെള്ളം കിട്ടും, അടുത്ത വഴി തേടുകയാണ്. അല്ല എങ്കിൽ ഒരു മറുവഴിയും കൂടെയുണ്ട്. കെരീത് തോട്ടിലെ വെള്ളം നിന്നു. അങ്ങനെയെങ്കിൽ കാക്കയുടെ വരവും നിൽക്കും. ഒറ്റ വഴിയേ ഉള്ളൂ, തിരിച്ചുപോയി ആഹാബിനോട് പഞ്ചപുച്ഛം അടക്കി ക്ഷമ ചോദിച്ച് അവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നത് മേടിച്ച് കഴിച്ച് എന്റെ കാര്യം അങ്ങ് കഴിയും. ഈ രണ്ട് ചിത്രങ്ങളും ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന്റെ ചിത്രമാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, നിങ്ങൾ സത്യസന്ധമായി വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റുന്നവരായിരിക്കാം. നിങ്ങളൊരു സുവിശേഷ വേലക്കാർ ആയിരിക്കണമെന്നില്ല. ഒരു സാധാ വിശ്വാസി, ഒരാത്മായൻ, ഒരു ദൈവ പൈതൽ. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ പല വഴികളും അടയ്ക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ വിഷയം, നിങ്ങളുടെ ആരോഗ്യ വിഷയം, നിങ്ങളുടെ ജോലിയുടെ വിഷയം, നിങ്ങളുടെ വിസയുടെ വിഷയം, നിങ്ങൾ ചില നിയമക്കുരുക്കുകളിൽ, ഏതെല്ലാം ഡോക്ടറിനെ കാണിച്ചിട്ടും നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ചില വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ല. അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എത്ര പണം കയ്യിൽ കിട്ടിയിട്ടും മിച്ചം വെക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും മാസാന്ത്യം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാകുന്നു. എവിടെയാണ് പ്രശ്നം? ദൈവമക്കളെ, ഓടിപ്പോകല്ലേ. തിരിച്ചുപോയി ആഹാബിന്റെ അടുക്ക് കുമ്പിടരുത്. നിങ്ങളെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. കെരീത് തോട്ടിൽ പോകാൻ പറഞ്ഞ ഒരു ദൈവമുണ്ട്. തോട്ടിൽ നിന്ന് കുടിക്കാൻ പറഞ്ഞ ഒരു ദൈവമുണ്ട്. ദൈവം പറഞ്ഞ സമയത്ത് തോട്ടിൽ വെള്ളം ഉണ്ട് എന്നും, മഴ നിൽക്കുമ്പോൾ തോട്ടിലെ വെള്ളം നിലയ്ക്കുമെന്നും മനുഷ്യരായ നമുക്കറിയാമെങ്കിൽ, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച്
അതാത് സ്ഥാനത്തിൽ കൃത്യമായ അളവിൽ പോറ്റി പുലർത്തുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവ സൃഷ്ടിയുടെയും സൃഷ്ടാവായ ദൈവത്തിനറിയാം എന്റെ പൈതലായ ഏലിയാവ് കെരീത് തോട്ടിലുണ്ട്, തോട്ടിലെ വെള്ളം വറ്റിയിരിക്കുന്നു, അവനെ കരുതേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞിട്ട് ആഹാബിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് കെരീത് തോട്ടിൽ പോയി, അങ്ങനെയെങ്കിൽ ഞാൻ അവനെ പോറ്റി പുലർത്തേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മുൻപിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെള്ളമില്ല എന്ന് മാത്രമല്ല, ഒരിറ്റ് തൊണ്ട നനയ്ക്കുവാനുള്ള നീർച്ചാല് പോലും മുൻപിലില്ല. അർത്ഥാൽ ആശയ്ക്കു വകയില്ല. എല്ലാം പ്രതികൂലം, എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധികൾ. പുറത്ത് തല കാണിച്ചാൽ, കെരീത് തോട് വിട്ട് പുറത്തിറങ്ങിയാൽ ആഹാബിന്റെ ഇസബേലിന്റെ കൂലിപ്പട്ടാളക്കാർ കൊന്നുകളയും. പുറത്തിറങ്ങിയാൽ ജീവന് ഭീഷണി. കെരീത് തോട്ടിലിരുന്നാൽ പട്ടിണി കൊണ്ട് മരിക്കും. ഇതുപോലെ സമ്മർദ്ദത്തിലായ ആരെങ്കിലും, നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, എന്നെ ഇന്ന് കേൾക്കുന്നുവെങ്കിൽ ദയവായി ഇന്ന് വായിച്ച വാഗ്ദത്ത വചനത്തിന്റെ അടുത്ത വാക്യങ്ങൾ വായിക്കണം. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ കെരീത് തോട്ടിൽ നിന്നും സീദോനോട് ചേർന്നുള്ള സാരെഭാത്തിലോട്ട് പോകുക, നിന്നെ പുലർത്തേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം. ആവർത്തിച്ച് പറയട്ടെ, ഏലിയാവേ, നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കും കരുതലിനുമായി ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം. ദൈവമക്കളെ, അവൻ നമ്മളെ അനാഥരായി വിടുന്ന ദൈവമല്ല. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ദൈവം ജീവിക്കുന്നു. മുൻപോട്ടുള്ള കാര്യങ്ങളിലേക്കല്ല ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ നയിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിൽ മാത്രം നിലകൊണ്ട് നമുക്ക് ചിന്തിക്കാം. കെരീത് തോട്ടിലെ വെള്ളം വറ്റിയാൽ അതിനപ്പുറത്ത് കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ മകനെ ഓർത്താണോ, മകളെ ഓർത്താണോ, കുടുംബഭാരമാണോ, ആരോഗ്യ വിഷയമാണോ, മാറാത്ത നിയമക്കുരുക്കുകൾ, ആശുപത്രി കയറിയിറങ്ങി മടുത്തു, 1000 രൂപ കയ്യിലോട്ട് കിട്ടിയാൽ 2000 രൂപ ഹോസ്പിറ്റലിൽ കളയുന്ന ഒരവസ്ഥയിലാണോ പോകുന്നത്? ദൈവ പൈതലേ, ഏലിയാവിനെ പോലെ ദൈവത്തിന്റെ സമയം അടുത്തത്. ദൈവം പറയുന്നത് കേൾക്കുവാൻ ക്ഷമയോടെ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിലകൊള്ളുക. അവിടെ നിന്നും ഉദ്ധാരണത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. കേൾക്കുമ്പോൾ സുഖകരമല്ല. എന്റെ ദൈവമേ, ഈ വിധവയെ മാത്രമേ നീ കണ്ടുള്ളോ എന്നെ പുലർത്താൻ? ഏലിയാവ് ചോദിച്ചില്ല. പറഞ്ഞത് കേട്ട് അവിടെ എത്തിയപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ചില ഞെരുക്കങ്ങളിലാണ്, വറ്റിപ്പോയ അനുഭവത്തിലാണ്, നിർജീവമായ അനുഭവത്തിലാണ്. മതി. ദൈവത്തിന്റെ ഇമ്പ ശബ്ദം ഇന്ന് നിങ്ങൾ കേൾക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ, നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് ഓഗസ്റ്റ് 9 വെള്ളി അനേക അമ്മമാർ, പ്രിയപ്പെട്ടവർ ഉപവസിക്കുന്ന ദിവസമാണ്. അതെ, നിന്നുപോയ, വറ്റിപ്പോയ, നഷ്ടപ്പെട്ടു പോയ ചില അനുഭവത്തിൽ നിലകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര,
നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു മറുവഴി കണ്ടിട്ടുണ്ട്. അതിന്ന് ഏലിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ നിങ്ങളുടെ കരങ്ങളിലെത്തുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിശ്ചയമായും നിങ്ങളുടെ ഈ വരണ്ട അവസ്ഥ മാറും. നിങ്ങൾക്ക് സമൃദ്ധി ദൈവം നൽകും. നിങ്ങളെ ദൈവം അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചുയർത്തും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും. അങ്ങനെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും കുടുംബത്തിനും സാക്ഷ്യമുള്ളതായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ വാക്കനുസരിച്ച് രാജാവിനെ പോലും വേദനിപ്പിക്കുന്ന നിലയിൽ വെല്ലുവിളിച്ച ഏലിയാവിനെ ദൈവം എങ്ങനെ കരുതിയെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ദൈവം പറഞ്ഞത് കേട്ട് ഇറങ്ങിയ ഏലിയാവിന് മുൻപിൽ കെരീതോട് വറ്റിപ്പോയി. എന്നാൽ പിന്തിരിഞ്ഞു പോകാതെ, ചോദ്യം ചെയ്യാതെ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരുന്നപ്പോൾ അടുത്ത ദൈവശബ്ദം കേൾക്കുകയും ക്ഷേമത്തോടെ പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വലിയ കരുതല് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളിൽ പലരും വറ്റിവരണ്ട അനുഭവത്തിലാ, ഇല്ലായ്മയുടെ അനുഭവത്തിലാ, അനേക ചോദ്യങ്ങളുടെ മുൻപിലാ. അപ്പൻ അവിടുന്ന് ഇടപെടണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരു സാരഭാത്ത് ഒരുക്കണമേ. ഇന്ന് അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് നാം ഇറങ്ങി തിരിച്ചാലും നമ്മുടെ മുൻപിൽ കെരീത് വറ്റിപ്പോകും. പല നഷ്ടങ്ങളും കോട്ടകളും നിന്ദങ്ങളും പരിഹാസങ്ങളും ത്യാഗങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. തിരിച്ചു പോകാനല്ല, ദൈവത്തോട് ചോദ്യം ചോദിക്കാനല്ല, നിരാശപ്പെടാനുമല്ല, ദൈവത്തിന്റെ അടുത്ത ശബ്ദത്തിനായി കാതോർക്കണം. നമുക്ക് വേണ്ടി ഒരു സാരേഫാത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ജീവജലം കേൾക്കുന്ന ഏവർക്കും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഒരു പുതിയ സാരഭാത്ത് ഒരുക്കട്ടെ. പുതിയ നന്മകൾ, സമൃദ്ധി, അനുഗ്രഹം തരട്ടെ. അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും കർത്താവിന്റെ വരവ് വരെ ധാരാളമായി അനുഗ്രഹിച്ച് കൃപയോടെ നടത്തുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.